നമസ്കാരം. 2014 മുമ്പ് പ്രത്യേകിച്ചും UPA ഭരിച്ചിരുന്ന ആ 10 കൊല്ലം രാജ്യത്ത് നിരവധി ബോംബ് സ്ഫോടനങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും എല്ലാം നടന്നിരുന്നു. നിരവധി ഭീകര സംഘടനകൾ, ആഗോള ഭീകര സംഘടനകളും പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്ന ഭീകര സംഘടനകളും എല്ലാം, മാത്രമല്ല പാകിസ്ഥാൻ്റെയും ആഗോള ഭീകര സംഘടനകളുടെയും ആശയങ്ങളിൽ ആകൃഷ്ടരായി പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുന്ന ചില തീവ്രവാദി സംഘടനകൾ, ഇന്ത്യൻ മുജാഹിദീനെ പോലെയുള്ള ചില തീവ്രവാദി സംഘടനകളും രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള ഭീകരാക്രമണങ്ങളും സ്ഫോടനങ്ങളും വെടിവെപ്പുകളും ഒക്കെ നടത്തിയിരുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രധാന നഗരങ്ങളെല്ലാം ഒരു കാലഘട്ടത്ത് ഭീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. 2014 ശേഷം ഭീകരാക്രമണങ്ങളുടെ തോത് ഗണ്യമായി തന്നെ കുറഞ്ഞു. നമുക്കറിയാം, കശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങൾ അത് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളുടെ ഈറ്റില്ലമായിരുന്നു. അവിടേക്ക് സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കശ്മീരിലടക്കം സാഹചര്യങ്ങൾ മാറുന്നു. 2019 ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞതിന് ശേഷം കശ്മീരിൽ വലിയ മാറ്റമുണ്ടാകുന്നു. ഇസ്ലാമിക ഭീകരവാദ പ്രവർത്തനത്തിന് ഇന്ത്യയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉയർത്താൻ സർക്കാരിന് സാധിച്ചു എന്ന് മാത്രമല്ല, രാജ്യസുരക്ഷ അത് വളരെയധികം കർശനമാക്കാനും ഒരു സർവൈലൻസിൽ, നിരീക്ഷണത്തിൽ അധിഷ്ഠിതമായ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകാനും ഒക്കെ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. ഇതിൻ്റെ അർത്ഥം ഇപ്പോഴും സംഘടനകളൊന്നും ഭാരതത്തെ ലക്ഷ്യം വയ്ക്കുന്നില്ല എന്നല്ല. ആഭ്യന്തരവും വിദേശീയവുമായ പല സംഘടനകളും ഭാരതത്തിനുള്ളിൽ പല കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഭീകരവാദി ആക്രമണങ്ങൾ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികളും രഹസ്യാന്വേഷണ ഏജൻസികളും ചേർന്ന് തകർത്തിട്ടുണ്ട്. അത്തരത്തിൽ ഏറ്റവും ഒടുവിലായി അത്തരത്തിലൊരു ഭീകര സംഘത്തെ ഇപ്പോൾ ഗുജറാത്തിൻ്റെ ATS, ആൻറ്റി ടെററിസം സ്ക്വാഡ് ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. 4 അംഗ സംഘത്തെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവർ പാകിസ്ഥാനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ ഒരു മുജാഹിദീൻ ആർമി ഉണ്ടാക്കുക എന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഒരു മുജാഹിദീൻ ആർമി ഉണ്ടാക്കുക, അതിലേക്ക് ഈ ഇസ്ലാമിക ഭീകരവാദത്തിൽ തൽപരരായ യുവതിയുവാക്കളെ റിക്രൂട്ട് ചെയ്യുക, ആ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് ശേഖരിക്കുക, വിദേശ സഹായത്തോടുകൂടി ആക്രമണങ്ങൾ നടത്തുക, ഇങ്ങനെ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുക, ഇതൊക്കെയായിരുന്നു ഈ മുജാഹിദീൻ ആർമിയുടെ ലക്ഷ്യം. മുജാഹിദീൻ ആർമി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒത്തുചേരുകയും മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും രഹസ്യ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങളിലും മറ്റും പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുകയും ചെയ്തു എന്ന് കണ്ടെത്തിയിരുന്നു. ഈ സംഘത്തെ കഴിഞ്ഞ കുറേ നാളുകളായി മഹാരാഷ്ട്ര ATSൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചു വരികയായിരുന്നു. അങ്ങനെ ലഭിച്ച ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ATS ഈ 4 അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സുൽത്താൻപൂർ സ്വദേശിയായ അക്മൽ റാസ, റോബർട്ട്സ്ഗഞ്ച് സ്വദേശിയായ സഫീൽ സൽമാനി, കാൺപൂർ സ്വദേശിയായ സോൺഭദ്ര മുഹമ്മദ് തൗസീഫ്, രാംപൂർ സ്വദേശിയായ ഖാസിം അലി എന്നിങ്ങനെ 4 അംഗ സംഘത്തെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ATS പിടികൂടിയിരിക്കുന്നത്. ഇവരെ ഇൻ്റലിജൻസ് വിഭാഗവും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഇവരുടെ പ്രവർത്തന രീതി? രാജ്യമെമ്പാടു നിന്നും, രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ യുവതിയുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ ഇവർ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെ? ഇതിന് ആരൊക്കെ, ഏതൊക്കെ സംഘടനകൾ സഹായം നൽകി? പാകിസ്ഥാനിൽ നിന്നടക്കം ഇവർക്ക് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു വരുന്നത്. എന്തായാലും രാജ്യത്തിനകത്ത് വലിയ രീതിയിലുള്ള കലാപങ്ങൾ, നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ രൂപപ്പെട്ടിട്ടുള്ള കലാപങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ കലാപങ്ങളിലൂടെ അവിടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ അട്ടിമറിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ രാജ്യത്ത് ജിഹാദി സംഘടനകൾ അത്തരത്തിൽ ഒരു പ്രവർത്തനത്തിലൂടെ ജിഹാദിന് വേണ്ടിയിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാക്കുക, ആ കലാപങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുക എന്നീ ലക്ഷ്യങ്ങളൊക്കെയാണ് ഈ മുജാഹിദീൻ ആർമിക്ക് ഉണ്ടായിരുന്നത്. 2047 ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ടിനെ നമ്മൾ കണ്ടതാണ്. ആ പോപ്പുലർ ഫ്രണ്ടിന് സമാനമായ രീതിയിൽ ഒരു മുജാഹിദീൻ ആർമി ഉണ്ടാക്കുക, ആ ആർമിയുടെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ത്യയുടെ ഭരണം കൈക്കലാക്കുക, ഇതൊക്കെയായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം നേടുന്നതിനായി അവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും തീവ്രവാദി ആക്രമണങ്ങളും കലാപങ്ങളും ഒക്കെ പദ്ധതി ഇട്ടിരുന്നു. അതിനിടയിലാണ് ഉത്തർപ്രദേശ് പോലീസ് ഇവരുടെ പദ്ധതികൾ മണത്തറിയുന്നതും അവരെ അറസ്റ്റ് ചെയ്ത് ആ സംഘത്തെ ഇല്ലായ്മ ചെയ്യുന്നതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ.
പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.